ഹലോ, വേനൽ കനത്തോട് കൂടിയിട്ട് നമ്മൾ പറമ്പിലെ നനയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പൈപ്പിന്റെ ഇടയിൽ പാത്തിരിക്കേണ്ട തവളക്കൂട്ടം വെള്ളം വന്നപ്പോ പുറത്തേക്ക് ചാടിയിട്ട് ഇടയിൽ കിട്ടിയിരുന്ന മഴയൊക്കെ നിന്നതോട് കൂടിയിട്ട് ഈ മോട്ടർ അടിക്കുന്ന വെള്ളം മാത്രമാണ് കേട്ടാ നമ്മുടെ കൃഷിക്കൊക്കെ ഇതിപ്പോ നമ്മൾ നട്ടുപിടിപ്പിച്ച ഈ ചെടികൾക്ക് മാത്രല്ല ഇവിടെയുള്ള കുറെ ജീവജാലങ്ങൾക്കും നമ്മൾ ഈ നനയ്ക്കുന്നത് ഭയങ്കര ഒരു സഹായമാണ്. അതായത് നമ്മുടെ ഈ നന കൊണ്ട് ഇവിടെ നനയുന്നവരും കുളിക്കുന്നവരും കുടിക്കുന്നവരും ഒക്കെ ഒരുപാടുണ്ട്. ഈ വെള്ളം നമ്മൾ അടിച്ചെടുക്കുന്നത് പുഴയെന്നാണ് കേട്ടാ. ഇവിടുത്തെ കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് ഇറിഗേഷനിൽ നിന്ന് അനുവദിച്ചു കിട്ടിയിരിക്കുന്ന മോട്ടറാണ്. വെള്ളം എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചാലുകളൊക്കെ തിരിച്ചിട്ടുണ്ട്. ഈ ചാലുകളിൽ കൂടിയാണ് കേട്ടാ നമ്മൾ ചെറിയ ചെറിയ കണ്ടങ്ങളായിട്ട് തിരിച്ചെടുത്തേക്കൊക്കെ ഈ വെള്ളം. ഈ നന ആഴ്ചയിൽ ഒരിക്കലും മാത്രമുള്ള കാരണം കൊണ്ട് കണ്ടങ്ങളൊക്കെ നല്ലോണം നിറഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ അടുത്ത കണ്ടത്തിലേക്ക് വെള്ളം തിരിക്കുള്ളൂ. നമ്മൾ മോട്ടർ അടിക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി കഴിയുമ്പോഴത്തേനും എങ്ങ് നിന്നൊക്കെയോ കുറെ കിളികൾ വരും. പിന്നെ അവിടെ മൊത്തം ഈ കിളികളുടെ ചെലയും ചിറകടിയും മാത്രമേ ഉണ്ടാവുള്ളൂ. സ്വന്തമായിട്ട് കുളിക്കാനും കുടിക്കാനും ഒക്കെ വെള്ളം ഇങ്ങനെ കിട്ടുമ്പോ അവർക്കൊരു ആഘോഷം തന്നെയാണ്. ഇവരോടൊപ്പം ഒരു കീരി വരാറുണ്ട് വെള്ളം കുടിക്കാനായിട്ട്. പക്ഷെ ഒറ്റ പ്രാവശ്യം പോലെ എനിക്ക് അവന്റെ വീഡിയോ പകർത്താനായിട്ട്. പിന്നെ കുളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും താഴെ ഇറങ്ങി വരാൻ പേടിച്ചിരിക്കുന്ന ഒരു പുള്ളിക്കുയിലും കാക്കക്കുയിലും ഇവിടെ. ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്തെ അച്ചാച്ചന് ഇതുപോലെ പറമ്പ് നനയ്ക്കുമ്പോ ആ വെള്ളം വരുന്ന ചാലിൽ കൂടെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടാ. അച്ചാച്ച അപ്പൊ ചാല് പൊട്ടെന്ന് പറഞ്ഞിട്ട് വടിയും കൊണ്ട് പിന്നാലെ ഓടിപ്പിക്കുമായിരുന്നു. അന്ന് അച്ചാച്ചനാണെങ്കിൽ ഇന്ന് അച്ഛനാണ്. നിങ്ങൾക്ക് അപ്പൊ പണ്ടത്തെ ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പറയണേ. നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.